സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എല്ലാവരും ബുദ്ധിമുട്ടിക്കുകയാണെന്നും ബോറടിപ്പിക്കുകയാണെന്നൊന്നും കരുതരുത് കേട്ടോ. പോസ്റ്റ് ഇട്ടാൽ അത് എല്ലാവരുടെയും മുൻപിൽ എത്തണമെന്നില്ല. അതുകൊണ്ടാട്ടോ വീഡിയോയ്ക്ക് മുൻപിൽ പറയുന്നത്. ആദ്യം തന്നെ എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദി. കാരണം എൻ്റെ സ്റ്റോറി കോപ്പി പോയി മറ്റൊരു ചാനലിൽ ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ കമൻസിനൊക്കെ എല്ലാവർക്കും റിപ്ലൈ തന്നോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എല്ലാവരുടെയും കമൻസ് ഞാൻ കണ്ടിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഒപ്പം ഇങ്ങനെ കൂടെ നിൽക്കുന്നതിൽ. നമ്മുടെ ഒരൊറ്റ ഫാമിലി ആയിട്ട് തന്നെ എൻ്റെ ഒപ്പം സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതോടൊപ്പം എൻ്റെ ഈ സ്റ്റോറി അത് മറ്റൊരു ചാനലിൽ കൊണ്ടുചെന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ആ സ്റ്റോറി ഇതിന് മുൻപേ വായിച്ചിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. ഒരുപാടല്ല, ഒരു 2-3 പേര് കമൻറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ അവർ കമൻറ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റോറി മറ്റൊരു ചാനലിൽ ഉണ്ടെന്ന് പോലും അറിഞ്ഞത്. ഒരുപക്ഷെ ആരും അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അറിയില്ലായിരുന്നു. എൻ്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാട്, എൻ്റെ സമയം, അതൊക്കെ മറ്റൊരാൾ വെറുതെ കൊണ്ടുചെന്ന് പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല കേട്ടോ. ക്ഷമിക്കാന്നല്ല, എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നിങ്ങൾ കഥ എഴുതുന്നവർ എത്ര ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ കഥ എഴുതുന്ന ഒരാൾക്കറിയാം 5 മിനിറ്റ് നമ്മളൊരു കഥ എഴുതണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ചിലവാക്കുന്നത് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, ചിലപ്പോൾ അത് എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ 2 മണിക്കൂറോളം ആവും. ഒരു 5 മിനിറ്റ് പാട്ടിനാണ് ഒരാൾ 2 മണിക്കൂർ ചിലവാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഈ ഒരു 20 മിനിറ്റ് പാർട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് പാർട്ടെന്ന് പറയുന്നത്, അത് ഇത്ര മണിക്കൂറത്തെ കഷ്ടപ്പാടാണെന്ന് അത് എഴുതുന്നവർക്ക് അല്ലെങ്കിൽ അതിന് പുറകെ നടക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം അത് മറ്റൊരാൾ കൊണ്ടുചെന്ന് വെറുതെ പോസ്റ്റ് ചെയ്യുക, ഇടുക, വായിച്ചു കൊടുക്കുക, അതൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ കമൻറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമമായി. എനിക്ക് ചാനലിൻ്റെ പേരെന്താണെന്നോ ആ കുട്ടി എങ്ങനെയാണ് സ്റ്റോറിക്ക് പേര് കൊടുത്തിരിക്കുന്നതെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതെനിക്ക് പറഞ്ഞു തന്നൊരു കുട്ടിയുണ്ട് കേട്ടോ. ഞാൻ പേര് മറന്നുപോയി. ആളോട് എനിക്ക് വലിയ താങ്ക്സ് ഉണ്ട്. കാരണം ആ കുട്ടിയാണ് എനിക്ക് പറഞ്ഞു തന്നത് ഏത് ചാനലിലാണ് എന്ത് പേരാണ് ഇട്ടിരിക്കുന്നതെന്ന്. എന്തായാലും എൻ്റെ സ്റ്റോറി അവിടെ നിന്ന് റിമൂവ് ആക്കി. ഇത്രയൊക്കെ നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാട്ടോ ഇൻട്രൊഡക്ഷൻ പോലെ ഈ പാർട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. വാ, റിച്ചി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, എനിക്ക് പേടിയാ. അവൾ പേടിച്ചു പറഞ്ഞു. ഞാനല്ലേ നിൻ്റെ കൂടെ ഉള്ളത്, നീ വീടില്ല, വാ, ഞാൻ പിടിച്ചോളാം. റിച്ചി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും മുകളിലെത്തിയ അവരോട് അവിടെ തന്നെ നിൽക്കാൻ റിച്ചി കൈകൊണ്ട് കാണിച്ചു. അവരെ നോക്കി അവിടെ നിന്നു. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം, പൊന്നു ദയനീയമായി അവനോട് പറഞ്ഞു. എങ്കിൽ പിന്നെ നിനക്ക് വീട്ടിലിരുന്നാൽ പോരായിരുന്നോ? എന്തിനാ കുറ്റിയും പറിച്ച് മോള് കാണാൻ ഇറങ്ങിയത്? അവൻ ദേഷ്യപ്പെട്ട് അവളോട് പതുക്കെ പറഞ്ഞു. എനിക്ക് പേടിയായിട്ടാ, അവൾ പതിയെ പറഞ്ഞതും അവന് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. ഇനി അവൻ ദേഷ്യപ്പെട്ടാൽ അവൾ കരയുമെന്ന് അവന് മനസ്സിലായി. പേടിക്കണ്ട, നീ വീഴാതെ ഞാൻ പിടിച്ചോളാം, എന്നെ വിശ്വാസമില്ലേ നിനക്ക്? അവൻ സമാധാനത്തിൽ അവളോട് ചോദിച്ചു. അവൾ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ പതുക്കെ വലതു കാലും പുറമെ ഇടതു കാലും എടുത്തു വെച്ച് അതിലേക്ക് കയറി. ഇടയ്ക്കൊന്ന് ഇടറിപ്പോയെങ്കിലും അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഒരിക്കലും കൈവിടില്ല എന്ന പോലെ. അവർ മുകളിലെത്തിയപ്പോൾ തന്നെ കിച്ചുവും അപ്പുവും അവളെ കളിയാക്കാൻ തുടങ്ങി. ആദ്യം അവരെ നോക്കി മുഖമൊക്കെ വീർപ്പിച്ചെങ്കിലും പിന്നെ അവളും ചിരിച്ചു കാണിച്ചു. ഒരിക്കൽ അവളെ കാണാൻ വേണ്ടിയാണ് അവളുടെ നാട്ടിലേക്ക് പോയത്. അപ്പോഴാണ് അവളും ഫ്രണ്ട്സും അവിടെ ഒരു മാളിൽ കറങ്ങാൻ പോയെന്ന് അരുൺ വിളിച്ചു പറഞ്ഞത്. പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പെണ്ണിൻ്റെ ഫ്രണ്ട്സ് എല്ലാം എസ്കലേറ്റർ വഴി മുകളിലേക്ക് കയറുമ്പോൾ അവൾ മാത്രം സ്റ്റെപ്പിൽ കൂടി കയറുന്നു. എല്ലാ ഫ്ലോറിലും അങ്ങനെ തന്നെ. ഇടയ്ക്ക് അവളുടെ ഒരു ഫ്രണ്ട് കാരണം ചോദിച്ചപ്പോഴാണ് അവൾ പറയുന്നത് തനിക്ക് എസ്കലേറ്റർ പേടിയാണെന്നും കാണുമ്പോൾ തന്നെ തല കറങ്ങുമെന്നൊക്കെ. അത് ഓർമ്മയിലുള്ളത് കൊണ്ടാണ് അവന്മാർ കയറിയിട്ടും പെണ്ണ് കയറുന്നത് വരെ അവിടെ തന്നെ നിന്നത്. കയറാതെ പേടിച്ച് നിൽക്കണ കണ്ടപ്പോൾ ശരിക്കും ചിരിയാണ് വന്നത്. അവൻ ഓർത്തുകൊണ്ട് ചിരിച്ചു. മുകളിലായിരുന്നു ഡ്രസ്സിൻ്റെ സെക്ഷൻ. കിച്ചു കയറിയ പാടെ റിച്ചിയുടെ ATM കാർഡും വാങ്ങിക്കൊണ്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. ആൽബിയും അപ്പവും റിച്ചിയും പൊന്നൂനെയും കൊണ്ടൊരു തുണിക്കടയിലേക്ക് കയറി. അവരെ കണ്ട ഉടൻ അവിടെയുള്ള ജോലിക്കാരവരെ അത്ഭുതത്തോടെ നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ആദ്യമായിട്ടായിരുന്നു തങ്ങളുടെ മുതലാളിമാരോടൊപ്പം ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവളിൽ എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നു. ആൽബിക്കും അപ്പുവിനും പെങ്ങന്മാരില്ലെന്ന് അവർക്കറിയാം. പിന്നെ അതാരാണ് എന്നുള്ള സംശയമായിരുന്നു അവർക്ക്. അവരെ കണ്ട ഉടനെ ഒരു സെയിൽസിൽ നിൽക്കുന്ന പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നു. ആ സ്റ്റെല്ല, ഇവൾക്ക് വേണ്ടുന്ന കുറച്ച് മോഡേൺ ഡ്രസ്സും ട്രഡീഷണൽ ഡ്രസ്സും കാണിച്ചു കൊടുക്ക്. ആ പിന്നെ
ഇവള് ഡ്രസ്സ് വേണ്ടാന്നൊക്കെ പറയും, താൻ അതൊന്നും കാര്യമാക്കണ്ട, അവൾക്ക് ചേരുന്നതൊക്കെ എടുത്തോ. അപ്പു പൊന്നുവിനെ കാണിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. പൊന്നു അവനെ നോക്കി കണ്ണുരുട്ടിയതും അവൻ കണ്ണു ചിമ്മി കാണിച്ചു. സ്റ്റെല്ല അവളെയും വിളിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് സെക്ഷനിലേക്ക് പോയി. ചേട്ടായി, ഞാനും ആൽബിച്ചായനും ഓഫീസിലേക്കൊന്ന് കയറിയിട്ട് വരാം. അരുൺ ചേട്ടൻ ഒരു ഫയലിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അവളെ ഒന്ന് നോക്കിക്കോണേ, അപ്പു റിച്ചിയോട് പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് വാ, റിച്ചി അവരെ നോക്കി പറഞ്ഞു. സ്റ്റെല്ല പൊന്നുവിനെയും കൊണ്ട് മോഡേൺ ഡ്രസ് സെക്ഷനിലേക്ക് പോയി. മാഡം, എന്ത് തരത്തിലുള്ള ഡ്രസ്സാണ് നോക്കേണ്ടത്? സ്റ്റെല്ല സംശയത്തോടെ അവളോട് ചോദിച്ചു. എനിക്കങ്ങനെ ഡ്രസ്സൊന്നും വേണ്ട, അവൾ സ്റ്റെല്ലയെ നോക്കി മറുപടി പറഞ്ഞു. സ്റ്റെല്ല ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരു ഡ്രസ്സ് എടുത്ത് അവളെ കാണിച്ചു. ഇത് ഇപ്പോഴത്തെ മോഡലാ, മേഡം ഇതൊന്ന് ഇട്ട് കാണിച്ചേ. സ്റ്റെല്ല ഒരു ഡ്രസ്സ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ ആ ഡ്രസ്സ് വാങ്ങി നോക്കി. ഒരു മിഡിയും ഓഫ് ഷോൾഡർ ക്രോപ്പ് ടോപ്പുമായിരുന്നു അത്. അത് കണ്ടതും അവൾ വേണ്ട എന്നുള്ള രീതിയിൽ സ്റ്റെല്ലയെ നോക്കി. ഒന്ന് ഇട്ട് നോക്കും മാഡം, കൊള്ളില്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാലോ. എന്തായാലും എന്നെ ഒന്ന് ഇട്ട് കാണിക്ക്, ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്, അവൾ പൊന്നുവിനെ നോക്കി പറഞ്ഞു. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി പൊന്നു അത് വാങ്ങി ഡ്രസ്സിംഗ് റൂമിൽ കയറി ഡ്രസ്സ് ഇട്ടു. കുറച്ച് ടൈറ്റാണെന്ന് അവൾക്ക് തോന്നി. എന്തായാലും സ്റ്റെല്ലയെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അവൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഇറങ്ങി ചുറ്റിനും ഒന്ന് നോക്കി. സ്റ്റെല്ല പോയിട്ട് സ്റ്റെല്ലയുടെ പൊടി പോലും അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. അവൾക്ക് അവിടെ അതിട്ട് നിൽക്കാൻ എന്തോ പോലെ തോന്നിയെങ്കിലും സ്റ്റെല്ല വരട്ടെ എന്ന് കരുതി അവൾ അവിടെ തന്നെ നിന്നു. എന്തായാലും നിൽക്കുവല്ലേ, ഒരു സെൽഫി എടുത്ത് മമ്മിക്ക് അയക്കാമെന്ന് കരുതി അവൾ ഫോൺ എടുത്ത് സെൽഫി എടുക്കാൻ തുടങ്ങി. ഒന്ന് രണ്ടെണ്ണം എടുത്തപ്പോഴേക്കും പെട്ടെന്നാണ് ആരോ കയ്യിൽ പിടിച്ചു വലിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് അവളെ കയറ്റുന്നത് പോലെ അവൾക്ക് തോന്നിയത്. തലപൊക്കി നോക്കിയപ്പോൾ കണ്ടു വാതിലടച്ചിട്ട് തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന റിച്ചിയെ. എന്തിനാ കഥകടച്ചേ? കഥക് തുറക്ക്, എനിക്ക് പോണം. പൊന്നുവിന് അവൻ്റെ മുഖം കണ്ട് പേടി തോന്നിയെങ്കിലും അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു. കഥക് തുറക്കാം, നീ ഡ്രസ്സ് മാറ്റിയിട്ട് വാ. റിച്ചി അവളെ നോക്കി തിരികെ പറഞ്ഞു. എന്തിന്? അവൾ സംശയത്തോട് ചോദിച്ചു. നീ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി, ഈ ഡ്രസ്സ് മാറ്റ്. റിച്ചി ദേഷ്യത്തോടെ വീണ്ടും അവളെ നോക്കി. പറ്റില്ല, അങ്ങനെ നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ ഞാൻ നിങ്ങളുടെ പാവയല്ല, അവളും ദേഷ്യത്തോടെ പറഞ്ഞു. നീയായിട്ട് ഡ്രസ്സ് മാറുന്നോ അതോ ഞാനായിട്ട് മാറ്റണോ? റിച്ചി ദേഷ്യത്തോട് ചോദിച്ചു. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം, അവൾ കൈ ചൂണ്ടി അവനോട് പറഞ്ഞു. അത് കേട്ടതും റിച്ചി അവളെ ആഞ്ഞടിച്ചു പോയി. വേച്ചു വീഴാൻ പോയ അവളെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. എൻ്റെ നേരെ കൈ ഉയർത്തി സംസാരിക്കുന്നു നീ? നിൻ്റെ ആങ്ങളമാർ പോലും എന്നെ ഇന്ന് വരെ എതിർത്തിട്ടില്ല, പിന്നെയാണ് നീ. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോടി? റിച്ചി ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ ഒന്നും പറയാതെ പൊട്ടിക്കരഞ്ഞു. ചേട്ടായി, വാതിൽ തുറക്ക്, കിച്ചു പുറത്തു നിന്നും വിളിച്ചു. സർ, വാതിൽ തുറക്ക്. സ്റ്റെല്ലയുടെ ശബ്ദവും കേട്ടിരുന്നു. പുറത്തു നിന്നവർ വിളിക്കുന്നത് പോലും അവൾ കേട്ടില്ല. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പേടി തോന്നി. അവൾ താഴേക്ക് തന്നെ നോക്കി നിന്നു. മര്യാദയ്ക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, പറഞ്ഞത് കേട്ടോ? അവൻ ചോദിച്ചതും അവൾ ശരിയെന്ന മട്ടിൽ യാന്ത്രികമായി അവനെ നോക്കി തലയാട്ടി. അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി പുറത്തു നിന്നും വാതിലടച്ചു. അവൾ ഇപ്പോൾ വരും. അവരെ നോക്കി അതും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. സ്റ്റെല്ലയും കിച്ചു എന്താ സംഭവിച്ചേ എന്നറിയാതെ മുഖത്തോട് മുഖം നോക്കി. സ്റ്റെല്ല ചേച്ചി ഇവിടെ ഇല്ലായിരുന്നോ? എന്താ സംഭവിച്ചത്? കിച്ചു സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. എനിക്കറിയില്ല, മാഡത്തിന് ഡ്രസ്സ് മാറാൻ കൊടുത്തിട്ട് നിന്നപ്പോഴാ വേറൊരു കസ്റ്റമർ ഒരു ഡ്രസ്സ് ചോദിച്ചത്. ഞാൻ അത് കാണിച്ചു കൊടുക്കാൻ പോയതാ. പോയിട്ട് വന്നപ്പോൾ സാർ മാഡത്തിനെയും കൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ കയറുന്നത് കണ്ടു. കുറേ നേരമായിട്ടും ഇറങ്ങിയില്ല, അതാ ഞാൻ സാറിനെ കണ്ടപ്പോൾ പറഞ്ഞത്, അവൾ കിച്ചുവിനോട് പറഞ്ഞു. അവൾ വരട്ടെ, ചോദിക്കാം. കുറച്ചു കഴിഞ്ഞതും പൊന്നു വാതിൽ തുറന്നിറങ്ങി. അവളുടെ കവളിൽ അവൻ്റെ 5 വിരലും പതിഞ്ഞിട്ടുണ്ടായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവൾ കിച്ചുവിനെ നോക്കിയതും അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. വാ. കിച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു. പോകുന്ന വഴിയിൽ സ്റ്റെല്ലയോട് ഡ്രസ്സ് പിന്നീട് ഒരു ദിവസം വന്ന് എടുത്തോളാമെന്നും അവൻ പറഞ്ഞു. കിച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടാണ് ആൽബിയും അപ്പുവും ഇറങ്ങി വന്നത്. എന്താ പറ്റിയേ? അങ്ങോട്ട് വന്ന ആൽബിയും അപ്പുവും ഒന്നിച്ച് തന്നെ ചോദിച്ചു. അപ്പുവിനെ കണ്ടതും അവൾ അപ്പുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്താടാ പറ്റിയേ? ആൽബി ആവലാതിയോട് ചോദിച്ചു. അത് ചേട്ടായി അവളെ തല്ലി, കിച്ചു പറഞ്ഞു. എന്തിന്? അറിയില്ല, ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയി, കിച്ചു അവരെ നോക്കി വീണ്ടും പറഞ്ഞു. വാ. ആൽബി അവരെയും വിളിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. പൊന്നുവിന് എസ്കലേറ്റർ പേടിയായതുകൊണ്ട് തന്നെ അപ്പു അവളെയും കൊണ്ട് ലിഫ്റ്റിൽ വരാമെന്ന് പറഞ്ഞു. ലിഫ്റ്റിൽ വെച്ചും അപ്പുവും പൊന്നും പരസ്പരം ഒന്നും മിണ്ടിയില്ല.
അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ കരയുമെന്ന് അവന് തോന്നിയതുകൊണ്ട് സമാധാനത്തിൽ ചോദിക്കാമെന്ന് അവനും കരുതി. അവളെയും കൊണ്ട് താഴേക്ക് വന്നതും ആൽബിയും കിച്ചുവും കാറിനടുത്ത് നിൽക്കുന്നത് കണ്ടു. റിച്ചി അവിടെ എങ്ങും കണ്ടില്ല. ചേട്ടായി എവിടെ? അപ്പു സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. ചേട്ടായി വിശ്വേട്ടൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചു മറുപടി പറഞ്ഞു. അവർ കാറിൽ കയറി വീട്ടിലേക്ക് പോയി. കിച്ചുവിനെ അവൻ്റെ വീടിന് മുൻപിൽ ഇറക്കിയിട്ട് അവർ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. റിച്ചി, എടാ മതി കുടിച്ചത്. നീ ഇങ്ങനെ കുടിക്കാൻ മാത്രം ഇപ്പം എന്താ കാര്യം? വിശ്വ അവൻ്റെ കയ്യിൽ നിന്നും മദ്യക്കുപ്പി വാങ്ങിക്കൊണ്ട് പറഞ്ഞു. എടാ ഞാൻ അവളെ തല്ലിയടാ. എൻ്റെ കൊച്ചിനെ ഞാൻ വാക്ക് കൊടുത്തതാടാ അവളെ ഒരിക്കലും തല്ലില്ല എന്ന്. എന്നിട്ട് ഞാൻ തന്നെ അവളെ, എനിക്ക് ദേഷ്യം വന്നിട്ടാ. റിച്ചി വിശ്വയോട് പറഞ്ഞു. നീ തല്ലിയോ അവളെ? എടാ ഒരു ദിവസം പോലും ആയില്ലല്ലോ അവൾ വന്നിട്ട്, അപ്പോഴേക്കും നീ അവളെ കൈവച്ചോ? റിച്ചി, നീ ചെയ്തതൊട്ട് ശരിയായില്ല. നീ രാവിലെ അവളോട് കാണിച്ചതൊക്കെ തമാശയായിട്ട് ഞങ്ങൾ എടുത്തു. പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി റിച്ചി, വിശ്വ ദേഷ്യത്തോടെ പറഞ്ഞു. എടാ ഞാൻ മനഃപൂർവ്വം അല്ലടാ. പെട്ടെന്ന് എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, റിച്ചി വിഷമത്തോടെ പറഞ്ഞു. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീ എന്തിനാ അവളെ തല്ലിയത്? വിശ്വ സംശയത്തോട് ചോദിച്ചു. പൊന്നുവിനെയും സ്റ്റെല്ലയും കാണാഞ്ഞിട്ട് റിച്ചി അവരെ നോക്കി നടന്നപ്പോഴാണ് 3 സെയിൽസിലുള്ള ആൺകുട്ടികൾ എന്തോ നോക്കി ചിരിക്കുന്നത് കണ്ടത്. അവർ നോക്കിയിടത്തേക്ക് ഞാനും നോക്കിയപ്പോൾ കണ്ടു പെണ്ണ് ഫോൺ പൊക്കി പിടിച്ചു നിന്ന് സെൽഫി എടുക്കുന്നു. ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ അവളുടെ വയറ് നല്ലതുപോലെ കാണാമായിരുന്നു. എന്ത് ക്യൂട്ടാടാ അവളെ കാണാൻ, ഒന്നാമത്തെ ആൺകുട്ടി പറഞ്ഞു. എടാ താഴോട്ടൊന്ന് നോക്കിക്കേ, അവളുടെ മുഖത്തിനേക്കാൾ കളറ് അവളുടെ വയറിനാണ്. സത്യം, അതിൻ്റെ കൂടെ ആ ഡ്രസ്സും സ്ട്രക്ചറും അത് നന്നായിട്ട് അറിയുന്നുണ്ട്. ഒന്നാമത്തവൻ വല്ലാത്ത നോട്ടത്തോടെ പറഞ്ഞു. ഇവളെയൊക്കെ കെട്ടുന്നവൻ്റെ ഭാഗ്യം, മറ്റൊരുത്തിയും തേടിപ്പോകാൻ തോന്നില്ല ഇങ്ങനെ ഒരുത്തി വീട്ടിലുണ്ടെങ്കിൽ. മൂന്നാമത്തവൻ പറഞ്ഞതും മുഖമടിച്ചൊരു അടിയായിരുന്നു അവന്. മുൻപിലേക്ക് നോക്കിയതും ദേഷ്യം കൊണ്ട് ചുവന്ന മുഖവുമായി നിൽക്കുന്ന റിച്ചിയാണ് കണ്ടത്. സാർ, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, അവൻ കൈ ചൂണ്ടിക്കൊണ്ട് അവരെ നോക്കി പറഞ്ഞു. സോറി സാർ, മൂന്നാമത്തവൻ കൈ കവളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അവിടുന്ന് അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ എന്നെ എതിർത്തു. എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് ഭ്രാന്തി കയറി, അതാ ഞാൻ തല്ലിപ്പോയത്, റിച്ചി അവനെ നോക്കി പറഞ്ഞു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ അവളെ അടിച്ചത് ശരിയായില്ല റിച്ചി, വിശ്വ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവനോട് പറഞ്ഞു. എനിക്കറിയാം ഞാൻ അവളെ അടിച്ചത് ഭയങ്കര തെറ്റായിപ്പോയി. അത് കേട്ട് റിച്ചിയും വിഷമത്തോടെ അവനോട് തിരികെ പറഞ്ഞു. റിച്ചി, നീ നിന്റെ ദേഷ്യം കുറച്ചേ പറ്റുള്ളൂ. അവളൊരു പാവം കൊച്ചാടാ. നിന്റെ ദേഷ്യം വാശിയൊന്നും അവൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ശ്രമിക്കാടാ, റിച്ചി ദയനീയമായി പറഞ്ഞു. എങ്കിൽ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. മമ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും താമസിച്ചാൽ മമ്മി പേടിക്കും. വിശ്വ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. പോകാം, റിച്ചി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. വിശ്വ റിച്ചി അവൻ്റെ വീട്ടിലാക്കി തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. മോളെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, പിണങ്ങിപ്പോകുന്ന അവളുടെ പുറകെ ചെന്നുകൊണ്ട് അവൻ വിളിച്ചു. വേണ്ട, എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ, എന്നെ ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ടല്ലേ. ഇച്ചായൻ എൻ്റെ കൊച്ചിനെയല്ലേടി ഇഷ്ടം, അവൻ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, എന്നെയല്ല, അവളെയാ, അതുകൊണ്ടല്ലേ അവളെ മടിയിലിരുത്തിയത്, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ തട്ടി മാറ്റി. അങ്ങനെയല്ല പെണ്ണേ, അവൾ എൻ്റെ കുഞ്ഞനിയത്തിയല്ലേ, അവൾ കരഞ്ഞപ്പോൾ ഇച്ചായൻ മടിയിലിരുത്തിയെന്നല്ലേ ഉള്ളൂ. അവളുടെ മമ്മി ഇല്ലല്ലോ ഇവിടെ, പക്ഷെ മോൾക്ക് മമ്മി ഇപ്പോൾ ഉണ്ടല്ലോ. അവൻ അവളെ തൻ്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മമ്മി എന്തിയെ? അവൾ സംശയത്തോട് ചോദിച്ചു. അവളുടെ മമ്മി ഹോസ്പിറ്റലിലാണ്, അവൾക്ക് കുഞ്ഞൊരനിയത്തി ഉണ്ടായി. അപ്പോൾ അവളെ നോക്കാൻ അവളുടെ മമ്മി ഞങ്ങളെ ഏൽപ്പിച്ചത്. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളാണോ എന്നുള്ള രീതിയിൽ അവനെ നോക്കി. ഇപ്പോൾ പിണക്കം മാറിയോ ഇച്ചായൻ്റെ കൊച്ചിന്? അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളില്ല എന്ന് തലയാട്ടി. എങ്കിൽ ഇച്ചായനൊരു സമ്മാനം തരാം, അപ്പോൾ പിണക്കം മാറുമോ? അവൻ അവളോട് ചോദിച്ചു. മാറുമല്ലോ, അവളും കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ കവളിലൊന്ന് അമർത്തി ഉമ്മ വെച്ചു. ഉമ്മ കിട്ടിയതും അവൾ കുലുങ്ങിച്ചിരിക്കാൻ തുടങ്ങി. ഇപ്പം പിണക്കം മാറിയോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. മാറിയില്ലോ, അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായ, എന്താടി? അവൻ നീട്ടി വിളി കേട്ടു. വലുതാവുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കാം, അവൾ അവനെ നോക്കി പറഞ്ഞു. അതെന്തിനാ? അവൻ സംശയത്തിൻ്റെ രൂപേണ അവളോട് ചോദിച്ചു. അത് മമ്മി പറഞ്ഞല്ലോ, കല്യാണം കഴിക്കുമ്പോൾ കുഞ്ഞുവാവകളുണ്ടാവുമെന്ന്. ഞാൻ മമ്മിയുടെ വയറ്റിൽ നിന്നാ ഇച്ചായ വന്നേ. അവൾ എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ചതുപോലെ അവനോട് പറഞ്ഞു. എനിക്കും വേണം വാവകളെ, എനിക്ക് 3 വാവകളെ വേണം. അവൾ കയ്യിൽ എണ്ണി കാണിച്ചുകൊണ്ട് പറഞ്ഞു.
കല്യാണം കഴിക്കുമ്പോൾ നമുക്കും വാവകൾ ഉണ്ടാവുമോ ഇച്ചായ? അവൾ ചോദിച്ചു. ഉണ്ടാവും, അവൻ ചെറുചിരിയോടെ പറഞ്ഞു. അപ്പോൾ ഇച്ചായൻ എന്നെ കല്യാണം കഴിക്കൂലേ? അവൾ അവനോട് ചോദിച്ചു. കഴിക്കാടി, അവൻ അവളുടെ നെറ്റിയിൽ അവൻ്റെ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. സത്യം? എന്തോ നേടിയതുപോലെ അവൾ സന്തോഷത്തോടെ കണ്ണുകൾ വിടർത്തി കൈ നീട്ടി ചോദിച്ചു. എൻ്റെ കൊച്ചാണ് സത്യം, മതിയോ? അവൻ അവളുടെ കയ്യിലടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ചിരുന്നു. അവൻ അവളുടെ തലയിൽ തലോടി. ഇച്ചായ, എന്തോ? ഇച്ചായൻ എന്നെ തല്ലുവോ? അവൾ സംശയത്തോട് ചോദിച്ചു. ഇച്ചായൻ എന്തിനാ എൻ്റെ കൊച്ചിനെ തല്ലുന്നേ? അവനും സംശയത്തോടെ തിരികെ അവളോട് ചോദിച്ചു. ഞാൻ കുറുമ്പ് കാണിച്ച ഇച്ചായൻ എന്നെ തല്ലുവോ? അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചു. അതിന് കൊച്ചിപ്പോൾ കുറുമ്പൊന്നും കാണിച്ചില്ലല്ലോ. അതല്ല, നമ്മൾ വലുതാകുമ്പോൾ കല്യാണം കഴിക്കില്ലേ, അപ്പം ഞാൻ കുറുമ്പ് കാണിക്കുമ്പോൾ ഇച്ചായൻ എന്നെ തല്ലുവോ? അവൾ വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇപ്പം എന്താ പൊന്നൂട്ടാ നിനക്ക് വേണ്ടത്? പപ്പ മമ്മിയെ തല്ലൂലോ, അപ്പം മമ്മി കരയും. ഞാൻ ചോദിക്കുമ്പോൾ മമ്മി പറയും മമ്മി കുറുമ്പ് കാണിക്കുന്നത് കൊണ്ടാണ് പപ്പ തല്ലുന്നേന്ന്. മമ്മിക്ക് ഒരുപാട് വേദനിക്കും. ഞാൻ മമ്മിയോട് പറയും മമ്മിയും തിരിച്ച് പപ്പയെ തല്ലാൻ. അപ്പം മമ്മി പറയും പെൺകുട്ടികൾ ആൺകുട്ടികളെ തല്ലാൻ പാടില്ലെന്ന്. എന്നെ ഇച്ചായൻ തല്ലുവോ? അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലാട്ടോ, ഇച്ചായൻ ഒരിക്കലും എൻ്റെ പൊന്നൂട്ടനെ തല്ലൂലാട്ടോ. അവൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. സത്യം? അവൾ വീണ്ടും ചോദിച്ചു. ഓ പെണ്ണെ, ഞാൻ തല്ലൂലെന്ന് പറഞ്ഞില്ലേ? സത്യം ഇടിച്ചായ, സത്യം ഇട്ടിട്ട് തെറ്റിച്ച കണ്ണു പൊട്ടുമെന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. അവൾ കൈ നീട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു. സത്യം? അവൻ അവളുടെ കയ്യിൽ കൈവച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അപ്പോൾ ഇനി ഇച്ചായൻ കൊച്ചിനെ തല്ലിയ ഇച്ചായൻ്റെ കണ്ണ് പൊട്ടൂലേ? അപ്പോൾ ഇച്ചായന് കൊച്ചിനെ കാണാൻ പറ്റില്ലല്ലോ. അവൻ വിഷമത്തോടെ അവളോട് ചോദിച്ചു. ഏയ്, ഇച്ചായൻ്റെ കണ്ണ് പൊട്ടിയ ഞാൻ എൻ്റെ കണ്ണ് തരൂലോ. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. പൊന്നു! അവളുടെ പേര് വിളിച്ചുകൊണ്ടാണ് അവൻ ചാടി എഴുന്നേറ്റത്. ലൈറ്റിട്ട് ചുറ്റിനെ നോക്കിയപ്പോൾ മനസ്സിലായി താൻ കണ്ടത് വെറൊരു സ്വപ്നമായിരുന്നുവെന്ന്. പെട്ടെന്ന് കതക് തുറന്ന് ആരോ വന്ന് ലൈറ്റിട്ടു. റിജി, എന്താടാ, എന്തു പറ്റി? അന്ന സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ല മമ്മി, ഒരു സ്വപ്നം കണ്ടതാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുരിശു വരച്ച് കിടക്കണമെന്ന്? ആനി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും പപ്പയും കിച്ചുവും അങ്ങോട്ടേക്ക് വന്നിരുന്നു. എന്താ, എന്തു പറ്റി? പപ്പയും സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ല, അവൻ എന്തോ സ്വപ്നം കണ്ടതാ. മോൻ കുരിശു വരച്ചിട്ട് കിടന്നോ, അതോ മമ്മി കൂടെ കിടക്കണോ? ആനി സംശയത്തോട് വീണ്ടും ചോദിച്ചു. അയ്യേ, കെട്ടിയൊരു കൊച്ചിൻ്റെ അപ്പനാകേണ്ട ഈ മുതുക്കൻ്റെ കൂടോ? കിച്ചു അവനെ കളിയാക്കി പറഞ്ഞു. കിച്ചു പറഞ്ഞതും റിച്ചി അവനെ നോക്കി കണ്ണുരുട്ടി. വിൽസൺ അവൻ്റെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു. അതിനിപ്പോൾ എന്താ, മക്കൾ എത്ര തന്നെ വളർന്നാലും അമ്മമാർക്ക് അവരെന്നും കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെയാ. നീ 2 ദിവസം മുൻപ് പേടിച്ച് ഞങ്ങളുടെ ഇടയ്ക്കല്ലേടാ കിടന്നത്? ആനി കിച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ നല്ലൊരു ഇളി അവനെ നോക്കി പാസ്സാക്കി. പപ്പ എപ്പോഴാ വന്നത്? റിച്ചി ഒന്ന് റിലാക്സ് ആയതും വിൽസണെ നോക്കി ചോദിച്ചു. ഞാൻ കുറച്ച് രാത്രിയായിടാ വന്നപ്പോൾ, വിൽസൺ മറുപടി പറഞ്ഞു. പപ്പയ്ക്ക് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു ചേട്ടായി. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ ഇനി ഇങ്ങോട്ടൊന്നും വരാൻ തോന്നിയതേയില്ല. ഗെറ്റ് ടുഗദർ അല്ലായിരുന്നോ, അല്ലേ പപ്പ? കിച്ചു പപ്പയെ കളിയാക്കി. പോടാ അവിടുന്ന്. വിൽസൺ കിച്ചുവിനെ അടിക്കാൻ കൈപൊക്കിയതും കിച്ചു ഓടി. മതി, അവനൊന്ന് കിടക്കട്ടെ, വാ നമുക്ക് പോകാം. ആനി റിച്ചിയെ നോക്കിക്കൊണ്ട് വിൽസണിനോട് പറഞ്ഞിട്ടിറങ്ങി. റിച്ചിക്ക് എത്ര തന്നെ കിടന്നിട്ടും പിന്നെ ഉറക്കം വന്നതേയില്ല. കണ്ണടയ്ക്കുമ്പോഴെല്ലാം അവളുടെ കരഞ്ഞ മുഖമാണ് ഓടിയെത്തുന്നത്. എങ്ങനെയോ അവൻ നേരം വെളുപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ചെന്ന് കാണണമെന്ന് അവന് തോന്നി. അവൻ കുളിച്ച് ഡ്രസ്സ് മാറി താഴേക്കിറങ്ങി. റിച്ചി, എന്താ മമ്മി, നീ എങ്ങോട്ടാ രാവിലെ? ഞാൻ അന്ന് അപ്പുവിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. അവൻ ആനിയെ നോക്കാതെ മറുപടി പറഞ്ഞു. എന്തിനാ, ആ കുഞ്ഞിനെ ഇനിയും തല്ലാനാണോ? ആനി ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. മമ്മി, അത് ചേട്ടായി. അങ്ങോട്ടേക്ക് വന്ന കിച്ചു ആനിയോടെന്തോ പറയാൻ തുടങ്ങിയതും ആനി കൈ ഉയർത്തി അവനെ തടഞ്ഞു. ആനി അറിഞ്ഞെന്ന് മനസ്സിലായതും റിച്ചി കിച്ചുവിനെ ദേഷ്യത്തിൽ നോക്കി. കിച്ചു അവനെ കൈമലർത്തി കാണിച്ചു. നീ അവനെ നോക്കണ്ട, അവനല്ല എന്നോട് പറഞ്ഞത്. ആനി റിച്ചിയോട് ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് അവളെ കാണണം. റിച്ചി ഉറപ്പോടെ അവരെ നോക്കി പറഞ്ഞു. അവൾ അവിടെ ഇല്ല. അവൾ എവിടേക്ക് പോയി? റിച്ചി വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു. കണ്ടോ, ഇതാ നിന്റെ സ്വഭാവം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യപ്പെടുന്ന നിന്റെ ഈ രീതിയാണ് മാറ്റേണ്ടത് റിച്ചി. ആനി വിഷമത്തോടെ പറഞ്ഞു. മമ്മിയോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, അവൾ എങ്ങോട്ട് പോയെന്ന്? റിച്ചി അതിന് മറുപടി ഒന്നും പറയാതെ വീണ്ടും ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു. അവൾക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ നിന്റെ സമ്മതം വേണ്ട റിച്ചി. അവൾ ചെയ്യുന്നതിനെല്ലാം നിന്നോട് സമ്മതം ചോദിക്കാൻ അവൾ നിന്റെ ആരാ? ആനിയും ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. അവൾ എൻ്റെ കൊച്ചാ, ഈ റിച്ചിയുടെ പെണ്ണ്, എൻ്റെ ജീവൻ്റെ പാതി, എൻ്റെ മിന്നിൻ്റെ ഏക അവകാശി.
അതുകൊണ്ട് അവൾ ആരെ ബോധിപ്പിച്ചില്ലെങ്കിലും എന്നെ ബോധിപ്പിക്കണം. അവൻ ഉറപ്പോടെ പറഞ്ഞതും ആനി ഞെട്ടി. കിച്ചുവും വിൽസണും അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു. അതെ, പണ്ടൊരു 7 വയസ്സുകാരി 15 വയസ്സുകാരനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇച്ചായൻ എന്നെ കല്യാണം കഴിക്കുമെന്ന്. അന്ന് അവളെ സമാധാനിപ്പിക്കാൻ അവളെ ഞാൻ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അവൾ ഇവിടുന്ന് പോയപ്പോഴാണ് എനിക്കവൾ ആരായിരുന്നു എന്തായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. പിന്നീട് അങ്ങോട്ട് അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. റിച്ചി അവരെ നോക്കി പറഞ്ഞു. വേണ്ട, അത് ശരിയാവില്ല. അവൾ നിനക്ക് ചേരില്ല. ഞാൻ സമ്മതിക്കില്ല ഈ ബന്ധത്തിന്. ആനി പറഞ്ഞതും റിച്ചിയും പപ്പയും കിച്ചുവും ഞെട്ടി ആനിയുടെ മുഖത്തേക്ക് നോക്കി.